സിനിമാ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികളോട് അനുകൂലമായി പ്രതികരിക്കാത്ത സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമാ പ്രദർശനത്തിന് നൽകേണ്ടെന്നാണ് തീരുമാനം. KSFDCയുടെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ പൂർണ്ണമായി ബഹിഷ്കരിക്കും. ജനുവരി മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങും. 10 വർഷമായി സർക്കാരിനു മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സമരത്തിന് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി KSFDCയുടെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ജനുവരി മുതൽ സർക്കാരുമായി യാതൊരു സഹകരണവും ഉണ്ടാകില്ലെന്നും ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് സമയത്ത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി ഭയങ്കര പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരു സമര ആഹ്വാനം നടത്തിയിരുന്നു. ജൂൺ മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം, തിയേറ്ററുകൾ അടച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ട് ഇൻഡസ്ട്രി മൊത്തം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മീറ്റിങ്ങിന് വിളിക്കുകയും അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് സിനിമ കോൺക്ലേവ് ഓഗസ്റ്റിൽ നടത്തുന്നു, അതുവരെ നിങ്ങൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരവധി തവണ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എല്ലാം നമ്മൾ കത്തെഴുതുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തിയേറ്ററുകളുടെ ബഹിഷ്കരണം സൂചനാ സമരം മാത്രമാണ്. കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും ഫിലിം ചേംബർ അറിയിച്ചു. GSTക്ക് പുറമെയുള്ള വിനോദ നികുതി പൂർണ്ണമായി ഒഴിവാക്കണം, വൈദ്യുതി നിരക്കിൽ പ്രത്യേക താരിഫ് അനുവദിക്കണം തുടങ്ങിയവയാണ് ചേംബർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. തിയേറ്റർ ചെലവുകൾ വർദ്ധിക്കുകയാണ്. നിർമ്മാതാക്കൾക്ക് സബ്സിഡി നൽകുന്നില്ല. ഈ വർഷം 184 സിനിമകൾ റിലീസ് ചെയ്തെങ്കിലും 10-ൽ താഴെ എണ്ണം മാത്രമാണ് ലാഭം നേടിയത്. 10 വർഷമായി സിനിമാ മേഖലയ്ക്കായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ ആരോപിച്ചു. ജനം, കൊച്ചി.